ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ട സാരീസാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ പറയാറുണ്ട് ചില സമയത്ത് ലേസ് വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അതായത് ഞാനൊരു പ്രാവശ്യം ഒരു ക്രീം സാരി, ഈ ഒരു സാരിയിൽ ഈ ഒരു കളർ കോമ്പിനേഷനിൽ ലേസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേസിൻ്റെ ബോർഡർ കൊടുക്കുന്ന സമയത്ത് എംബ്രോയ്ഡറി വർക്ക് കുറച്ച് ചെറുതായിട്ട് ചെയ്താൽ തന്നെ സാരി ഫുള്ളായിട്ട് വർക്ക് ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഈ ലേസിൻ്റെ റേറ്റ് വരുന്നത് 260 ആണ്. ഇതിൻ്റെ ഇത്രയും ഷെയ്ഡ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 6 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് മൾട്ടി കളർ പോലെയാണ് വരുന്നത്. അതായത് ഏതെങ്കിലും 2 കളേഴ്സ് ആയിരിക്കും മെയിൻലി വരുന്നത്. അപ്പോൾ ഞാൻ നോർമലി ഈ സാരിയിൽ ലേസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും അതിൽ ഹാൻഡ് വർക്ക് ചെയ്യാറുള്ളത്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലേസ് വർക്ക് ചെയ്ത ഒരു സാരി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ലേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതായിട്ട് മാച്ച് ആയിട്ടുള്ള ഗ്രീൻ കളർ ഇതിൽ യൂസ് ചെയ്യുക. അതേപോലെ ഈ പിങ്കിൻ്റെ ടൊമാറ്റോ പിങ്കാണ്, അതിൻ്റെ ഷെയ്ഡ്സ് ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ചിട്ടോ കണ്ടോ ഇതേപോലെയാണ് നോർമലി സെലക്ട് ചെയ്യാറുള്ളത്. അത്യാവശ്യം ഈ ഒരു സാരി ആയിട്ട് മാച്ചായിട്ട് വരണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ സാരി വർക്ക് ചെയ്യുമ്പോൾ ഇതായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അതല്ലാതെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഇതേപോലെയൊക്കെ വെക്കുവാണെങ്കിൽ അത്ര ഭംഗി തോന്നില്ല. നമുക്ക് ഏകദേശം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയയും കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ചില സാരീസിൽ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ വരുന്ന കളേഴ്സ് ഈ സാരിയിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാരിയുടെ കളേഴ്സ് ഒന്ന് നോക്കാം. ഇതാ ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പിസ്റ്റാ ഗ്രീൻ ഷെയ്ഡാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പിങ്ക് കളർ. ദെൻ നെക്സ്റ്റ് ടൊമാറ്റോ പിങ്ക്. പിങ്കും ടൊമാറ്റോ പിങ്കും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡാർക്കായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ടൊമാറ്റോ കളർ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ കാണുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ചില സമയത്ത് പീച്ച് ഡള്ളായിട്ടാണ് വരാറില്ല, പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് കളറാണ്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഈ കളറും ഈ ഒരു ലേസ് വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്കിതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തമ്മിലൊരു എന്താ പറയുക ഭംഗി തോന്നി വെച്ച് നോക്കിയപ്പോൾ. ഇതാണ് ഫസ്റ്റ് 5 കളേഴ്സ്. ഇപ്പോൾ ടോട്ടൽ 10 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നതൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്രീം കളറ്. ദെൻ നെക്സ്റ്റ് വൺ ചിക്കു ഷെയ്ഡ്. കണ്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ കുറച്ച് എന്താ പറയുക പേസ്റ്റൽ ഷെയ്ഡ് പോലെ വരുമ്പോഴേക്കും ഇച്ചിരി നമ്മൾ സാരി വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ലേസ് കൊടുത്തിട്ട് ചിക്കൻ കാരി വർക്ക് ചെയ്തെങ്കിലും ഒരു സിംഗിൾ കളർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്താലും ഭംഗിയായിരിക്കും കേട്ടോ. അതായത് ഈ ചിക്കു ഷെയ്ഡ് സാരിയിൽ ഈ ഒരു കണ്ടോ ഒരു ഗ്രേയിഷ് ബ്ലൂ പോലത്തെ ഒരു കളറായത് ആ ഒരു കളർ ഇട്ടിട്ട് ചിക്കൻ കാരിയുടെ ഏതെങ്കിലും ഒരു മോട്ടീവ്സ് ഫ്ലവേഴ്സോ എന്തെങ്കിലും ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഭംഗിയായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്രീം കളർ. നോർമലി ക്രീം കളർ സാരിയുടെ ഒപ്പം ഏത് കളറിലെ ലേസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ. കണ്ടോ നമുക്ക് വച്ച് നോക്കുമ്പോഴേ കൂടുതൽ ഐഡിയാസ് തോന്നുള്ളൂ. അപ്പോൾ ഞാനും നോർമലി ഇതേപോലെ സാരി വെച്ച് നോക്കിയിട്ടൊക്കെ കേട്ടോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റ് കളറ്. ഓഫ് വൈറ്റും ക്രീമൊക്കെ ചില റെയർ കളേഴ്സാണ്. എന്താ വെച്ചാൽ ചില സമയത്ത് മാക്സിമം വരുന്ന സമയത്ത് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന കളേഴ്സാണ് കേട്ടോ. അതുപോലെ ഗ്രേ കളറും അവൈലബിൾ ആണ്. അപ്പോൾ ടോട്ടൽ 10 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അതുപോലെ ഒത്തിരി പേര് ചോദിക്കുന്ന ഡൗട്ടാണ്, ഈ കോട്ടൺ സാരിയിലാണോ ഈ ലേസ് വെക്കാനായിട്ട് നല്ലത്? സിൽക്കി കോട്ടൺ സാരിയിൽ ഇത് ഭംഗി ഉണ്ടാവുമെന്ന്. സിൽക്കി കോട്ടൺ സാരിയിൽ ലേസ് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കൂടുതലായിട്ടിത് ഈ കോട്ടൺ സാരിയിൽ വെക്കുന്നതാണ് ഭംഗി തോന്നിയിരിക്കുന്നത് കേട്ടോ.
ഈ ഒരു ലേസ് വരുന്നത് ഒരു സാരി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള അത്രയും ലേസ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്ലൗസ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ സാരിയിൽ ഈ ലേസാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ കളറിൻ്റെ ബ്ലൗസ് യൂസ് ചെയ്യുക, ആ കളറിൽ വർക്ക് ചെയ്യുക ഈ സാരിയിൽ. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. പിന്നെ കുറേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ സാരിയുടെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ലാസ്റ്റ് ടൈം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻസ് ഇടുന്ന സമയത്ത് സൈഡിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഹൈ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒത്തിരി പേരിങ്ങനെ പുതിയ ഡിസൈൻസൊക്കെ അയച്ചു തരുന്നുണ്ട്. ഈ ഡിസൈനെല്ലാം വരച്ചിട്ട് അതിന് എന്താ പറയുക കളർ കോമ്പിനേഷനൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ കുറച്ച് ഡിസൈൻ 1-2 ഡിസൈൻ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.